ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഫ്രാക്ഷനെ കുറിച്ച് അല്ലേ? എന്താ വൈഫൈ ഇല്ലായിരുന്നു ഇത്ര സമയം. ആണോ? ഇപ്പൊ ശരിയായോ? ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചല്ലേ? ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ ബൈ എ ഹോൾ നമ്പറും നോക്കി, മൾട്ടിപ്ലിക്കേഷൻ ബൈ എ ഫ്രാക്ഷനും നോക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ള ഫ്രാക്ഷൻ ആസ് ആൻ ഓപ്പറേറ്റർ ഓഫ് ഓഫ്. ഓഫ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഓഫ് എന്ന് പറയുന്നത് എന്താ കൺസെപ്റ്റ് എന്ന് അറിയോ? OF. ഞാൻ ഫസ്റ്റ് ടൈം ക്ലാസ് തുടങ്ങിയ സമയത്ത് നിങ്ങളോട് ഈ 2-3-4 ഓപ്പറേഷൻസ് ഒരുമിച്ച് വരുമ്പോ എങ്ങനെ ഏത് ഓർഡറിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? BODMAS, ബോർഡ് മാസ്. അതിലെ രണ്ടാമത്തെ O ആണ് ഈ ഓഫ്. ബി എന്ന് വെച്ചാൽ ബ്രാക്കറ്റ്. അതായത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ബ്രാക്കറ്റിൽ വന്നിട്ടുള്ളത് ആദ്യം ചെയ്യാം. രണ്ടാമത് ഓഫ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് ചെയ്യാം. മൂന്നാമത് M, മൾട്ടിപ്ലിക്കേഷൻ, സോറി ഡിവിഷൻ, ബോർഡ് മാസ്. ഡി, ഡിവിഷൻ ആണ് മൂന്നാമത് ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ചെയ്യേണ്ടത് അഡീഷൻ, ഏറ്റവും അവസാനം സബ്ട്രാക്ഷൻ. That is the order for the operations. Okay, then here in page number 31 and the last fraction as an operator of nu kando. Okay, അപ്പോ ഒരുപോലുള്ള രണ്ട് സർക്കിൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അതിന്റെ ഹാഫ് പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഒരേപോലുള്ള രണ്ട് സർക്കിളിന്റെ ഹാഫ് പോർഷൻ ഓരോന്നിന്റെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ഷെയ്ഡ് ചെയ്ത രണ്ട് പോർഷനും നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്നിച്ചു വെച്ചാല് ആദ്യത്തെ ഷേപ്പ് തന്നെ കിട്ടുമല്ലോ. ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഓഫ് കൊണ്ട് പറയുന്നത്. അതായത് 2 of half. 2 of half means 1. അവിടെ കണ്ടോ? ആ രണ്ട് സെന്റൻസ് കഴിഞ്ഞിട്ട് താഴെ 2 of half means 1. അതായത് രണ്ട് ഹാഫ് കൂടിയാൽ ഒന്നാകുന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, രണ്ട് ഹാഫ് കൂടിയാല് ഒന്നാകുന്നാണ് അതിന്റെ മീനിങ്. ബട്ട് in the result of means multiplication. Of എന്ന് പറഞ്ഞാല് സിംപ്ലി മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ഓക്കെ, 2 of half means 1 എന്ന് പറഞ്ഞാൽ 2 into half is equal to 1. അത്രേ ഉള്ളൂ. 2 into 1 by 2. 2 into 1 by 2. അത് താഴെ കൊടുത്തിരിക്കുന്നുണ്ട് is equal to 1. That means 2 of half is equal to 2 into half equal to 1. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓഫ് എന്നുള്ള കൺസെപ്റ്റ് മീൻ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അതിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓഫും മൾട്ടിപ്ലിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. വേർഡ് പ്രോബ്ലംസ് വരുമ്പോൾ മനസ്സിലാവും. പേജ് നമ്പർ 32 ഒന്ന് എടുത്തേ. അതിനകത്ത് കുറെ എക്സാമ്പിൾസ് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോവാം. ഇതൊക്കെ നിങ്ങൾ നോട്ടിൽ എഴുതണമെന്നൊന്നുമില്ല, ജസ്റ്റ് ടെക്സ്റ്റിൽ നോക്കിയാൽ മാത്രം മതി. ഓക്കെ, എക്സാമ്പിൾ 17. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് 4/7 into 5. 4/7 into 5 നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം? ന്യൂമറേറ്ററിനെ ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്റർ അത് തന്നെ എഴുതാം. അപ്പൊ എത്ര കിട്ടും? 4/7 into 5 is equal to 4 into 5 divided by 7 is equal to 20/7. 20/7 നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 2 6/7 കിട്ടും. 20യെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹോൾ നമ്പർ 2 കിട്ടും, റിസൾട്ട് 2 കിട്ടും, റിമൈൻഡർ 6 കിട്ടും.
ഡിനോമിനേറ്റർ അത് തന്നെ എഴുതിയാൽ 2 6/7 ആൻസർ കിട്ടും. സെക്കൻഡ് വൺ 12/11 into 9. അതും അതേപോലെ തന്നെ 12/11 into 9. 12നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 11 ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം. ആൻസർ 108/11. 108 divided by 11 എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്താല് 9 ആൻസർ കിട്ടും. കോഷ്യന്റ് 9 ആയിരിക്കും, റിമൈൻഡർ 9 ആയിരിക്കും. അതിന്റെ ഡിനോമിനേറ്റർ 11 ആണ്. അപ്പൊ 9/11 ആൻസർ കിട്ടും. യെസ്, എന്താ ഷോൺ? ഒരു ഡൗട്ട്. ആ, ഈ എക്സാമ്പിൾ ഇപ്പൊ പറയുന്നില്ലേ 12/11 into 9, ആ, അതിന്റെ ആൻസർ കിട്ടുന്നത് മിക്സ്ഡ് ഫ്രാക്ഷനാ. ആ. അപ്പൊ ക്വസ്റ്റ്യൻ മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലല്ലോ. ക്വസ്റ്റ്യൻ മിക്സഡ് ഫ്രാക്ഷൻ അല്ല. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലാണ് അത് ആൻസർ കിട്ടുന്നത് അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ ആൻസർ വലിയ നമ്പേഴ്സ് ആണെങ്കിൽ we must simplify that into simplest form. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. വലിയ നമ്പേഴ്സ് ആണെങ്കിൽ ഏറ്റവും സിമ്പിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഫൈനൽ ആൻസർ എഴുതാൻ. അപ്പൊ ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ നമ്മൾ സിമ്പിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാല് ഡിവൈഡ് ചെയ്ത് എഴുതിയാലും മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ട് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഓക്കെ, പ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ അതുപോലെ തന്നെ എഴുതിയാൽ മതി, സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാലും മതി. ഇനി third example 5/3/4 into 12. 5/3/4 into 12 എന്ന് പറയുമ്പോൾ 5/3/4നെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഞാൻ ചെയ്തു തരാം. ഓക്കെ, 5/3/4 into 12. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ? ഇതിനെ, ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? 5 into 4 20. 20 plus 3 23. 23/4 into 12. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാല് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പേഴ്സ് ഏതൊക്കെയാ? 23ഉം 12ഉം ആണ് അല്ലെ? അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയൊരു നമ്പർ ആയിരിക്കും കിട്ടുക. രണ്ട് 2 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഡിനോമിനേറ്ററിനെ കൊണ്ട് ന്യൂമറേറ്ററിൽ വരുന്ന, ഇതിപ്പോ രണ്ട് ന്യൂമറേറ്ററിലല്ലേ വരിക, 23 into 12 ഇതായിരിക്കും ന്യൂമറേറ്ററിൽ വരുന്ന നമ്പർ. ബൈ 4, കോമൺ ആയിട്ട് 4 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ വരും. അപ്പോ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഡിനോമിനേറ്ററിനെ കൊണ്ട് ന്യൂമറേറ്ററിൽ ഏതെങ്കിലും നമ്പർ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. 4നെ 23ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. 4നെ കൊണ്ട് 23 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 4നെ കൊണ്ട് 12നെ ഡിവൈഡ് ചെയ്യാലോ. അപ്പൊ 4നെ കൊണ്ട് 12നെ ഡിവൈഡ് ചെയ്താല് we get 3 അല്ലെ? ഇതിന് നമ്മൾ പറയാം ക്യാൻസലേഷൻ എന്നാ പറയാം, ക്യാൻസൽ ചെയ്യാന്നാ പറയാം. അതായത് ഡിനോമിനേറ്ററിലുള്ള 4നെ കൊണ്ട് നമ്മൾ 12നെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 3ന് ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആൻസർ എത്രയാ? 23 into 3 മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. എത്ര കിട്ടും ആൻസർ? 69 കിട്ടും അല്ലെ? 23നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 69 കിട്ടും.
ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ചെയ്യാൻ വേണ്ടി. ഡയറക്റ്റ് ചെയ്യുവാണെങ്കിലും 23 into 12 ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 23 into 12 ചെയ്താൽ വലിയൊരു നമ്പർ കിട്ടും. അപ്പൊ അതിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ. കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താൽ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ എത്ര തന്നെ കിട്ടും? 69 തന്നെ കിട്ടും. 23 into 12. 23 into 12 പറഞ്ഞ എത്രയാന്ന് വെച്ചാൽ 276 ആണ് ആൻസർ. 276. ഈ 276 by 4 എന്നുള്ളതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 2നെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 2, കട്ട് ചെയ്താല് 1, 3, 8. പിന്നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം സിമ്പിൾ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 2 കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. ഇവിടെ ഡിവൈഡ് ചെയ്താൽ 6, 9 കിട്ടും. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ 69 തന്നെയല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും വർക്ക് ചെയ്യുന്നതിന് പകരം ഇവിടെ തന്നെ ജസ്റ്റ് ക്യാൻസൽ ചെയ്താല് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതുപോലെ എക്സാമ്പിൾ 18 ഒന്ന് നോക്കിയേ. എക്സാമ്പിൾ 18 മൾട്ടിപ്ലൈ 4 by 5 by 2 by 9. 4 by 5നെ 2 by 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 into 2, 5 into 9. ഓക്കെ, അതിന്റെ ആൻസർ 8 by 45 എന്ന് കിട്ടും. അതിനെ സിമ്പിൾ ആക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് 8 by 45 എന്ന് തന്നെ എഴുതിയാൽ മതി. നെക്സ്റ്റ് രണ്ടാമത്തെ ഒന്ന് നോക്കിയേ. 11 1 by 7 into 2 1 by 2. ഒന്ന് ചെയ്തു തരാം. 11 1 by 7 into 11 1 by 7 into 2 1 by 2. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം എന്താ ചെയ്യണ്ടേ? ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ. 11 1 by 7 എന്ന് പറഞ്ഞ കൺവേർട്ട് ചെയ്താൽ 11 into 7 77. 77 plus 1 78. 78 ഡിനോമിനേറ്റർ 7 തന്നെ into 2 into 2 4. 4 into 4 plus 1 5. 5 by 2. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മേലെ ന്യൂമറേറ്ററിൽ ഒരു ഇവൺ നമ്പർ വരുന്നുണ്ട്. 78 എന്ന് പറഞ്ഞ ഒരു ഇവൺ നമ്പറും വരുന്നുണ്ട്. താഴെ ഡിനോമിനേറ്ററിൽ ഇതിപ്പോ നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 78 into 5 by 7 into 2 ആണ് ചെയ്യേണ്ടത് അല്ലെ. ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആ വരുന്നത്. അപ്പൊ ന്യൂമറേറ്ററിൽ വരുന്ന നമ്പർ 78 into 5 ആയിരിക്കും. ഡിനോമിനേറ്ററിൽ വരുന്നത് 7 into 2 ആയിരിക്കും. ഇവിടെ ന്യൂമറേറ്ററിൽ 78 എന്ന് പറയുന്ന ഇവൺ നമ്പറും ഉണ്ട്. ഡിനോമിനേറ്ററിൽ 2 എന്ന് പറയുന്ന ഇവൺ നമ്പർ ഉണ്ട്. 78നെ നമുക്ക് 2 കൊണ്ട് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് തന്നെ ഈ 2ഉം 78ഉം ക്യാൻസൽ ചെയ്ത് ഡിവൈഡ് ചെയ്യാം. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. 78നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 39 കിട്ടും. അപ്പൊ നമ്പർ ഒന്നും കൂടി ചെറുതായില്ലേ, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയി. വലിയ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ക്യാൻസൽ ചെയ്ത് നമ്പേഴ്സ് ചെറുതാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതിപ്പോ നമുക്ക് 39 into 5 by 7 ചെയ്താൽ മതി. കാരണം നമ്മൾ 78നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 39 കണ്ടുപിടിച്ചു. 39 into 5 by 7. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ 7 കൂടി ഉണ്ട്. ഇത്രയും ആൻസർ കിട്ടുന്നത് 195 by 7. മനസ്സിലായോ ഇത് ചെയ്തത്?
മനസ്സിലായോ? ഓക്കെ, അപ്പൊ അടുത്ത എക്സാമ്പിൾ 9 വരുന്നത്, സോറി 19 വരുന്നത് ഫുള്ള് ക്യാൻസലേഷൻ വരുന്നുണ്ട് അതില്. ഒന്ന് ജസ്റ്റ് നിങ്ങൾ ആ 4 ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ആ വർക്ക്ഔട്ട് ചെയ്ത പ്രോബ്ലംസ് 4 ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി, എന്തെങ്കിലും മനസ്സിലാവാതിണ്ടോ നോക്കിയേ. ഒന്നാമത്തേത് 3/2 into 3/4 into 5/6 into 7/8. പറഞ്ഞു തരണോ? അത് പറഞ്ഞു തരണോ? ഒന്നുമില്ല, ന്യൂമറേറ്ററിൽ വരുന്ന നമ്പേഴ്സും ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പേഴ്സും കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പൊ ഇവിടെ ന്യൂമറേറ്ററിൽ ഏതൊക്കെയാ വരുന്നത്? 3 into 3 into 5 into 7. ഡിനോമിനേറ്ററിൽ 2 into 4 into 6 into 8. അപ്പൊ 3യെയും 6നെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം 3നെ കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാം അല്ലെ? ന്യൂമറേറ്ററിലെ 3നെ കൊണ്ട് ഡിനോമിനേറ്ററിലെ 6നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഒരു 3 അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി ന്യൂമറേറ്ററിൽ 3 into 5 into 7 എന്ന് വരും. ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോ 2 into 4 into 6ന്റെ പ്ലേസിൽ 6നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പൊ 2 എന്ന് കിട്ടി. 6ന്റെ പ്ലേസിൽ 2 ആയി into 8. ഇനി നമുക്ക് അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല, അത് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ബിയും ഒന്ന് നോക്കിയാൽ 4 എണ്ണം. നോക്കുന്നുണ്ടോ? ഏതാ മനസ്സിലാവാത്ത? 4ാമത്തെ ആയിരിക്കും. ഓക്കെ, പറഞ്ഞുതരാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2/3 into 2/3 into 1/4 plus 31/7 into 2 4/5. 2 4/5. ഇതിന് നമുക്ക് അഡീഷനും വരുന്നുണ്ട് ഇല്ലേ? അഡീഷനും വരുന്നുണ്ട്, 2 മൾട്ടിപ്ലിക്കേഷനും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ക്രമം വെച്ചാണെങ്കിൽ BOD ബോർഡ് മാസ് ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇവിടെ ഇല്ല. ഓഫ് വരുന്നില്ല, ഡിവിഷൻ വരുന്നില്ല. പിന്നെ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ വരുന്നത് അഡിഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിനകത്ത് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യുന്ന സമയത്ത് 2/3 നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. 2 into 3 6, 6 plus 2 8/3 into 1/4. അതിനെ ജസ്റ്റ് നമുക്കൊരു ബ്രാക്കറ്റിൽ ഇട്ട് വെക്കാം. 8/3 into 1/4. കാരണം അത് ഒറ്റ പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു അഡീഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ വരുന്ന ഏതാ? 31/7. 31/7
into 2 4/5 നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. 2 into 5 10, 10 plus 4 14, 14/5. ഇങ്ങനെ ഒന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റ് നമ്മൾ ജസ്റ്റ് ബ്രാക്കറ്റ് ഇത് വേർതിരിച്ച് വെക്കാൻ വേണ്ടി മാത്രമാണ് ബ്രാക്കറ്റ് ഇട്ടത്. അപ്പൊ ബ്രാക്കറ്റിനകത്തുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ആദ്യം ചെയ്യും. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത സമയത്ത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ആദ്യത്തേതില് ന്യൂമറേറ്ററിൽ 8 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 4 ഉണ്ട്. അപ്പൊ 4നെ കൊണ്ട് നമുക്ക് 8നെ ഡിവൈഡ് ചെയ്യാം. വി ഗെറ്റ് 2. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താല് നമുക്ക് 2 എന്ന് കിട്ടും അല്ലെ. ഇനി അടുത്തത് 31/7 into 14/5. ഇതില് ന്യൂമറേറ്ററിൽ 14 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 7 ഉണ്ട്. അപ്പൊ 7നെ കൊണ്ട് നമുക്ക് 14നെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിട്ട് ചേഞ്ച് ആയി? 2 into 1 2 into 1/3 plus 31 into 2/5. 2 into 1 2. അപ്പൊ എങ്ങനെ മാറ്റി നമ്മൾ? 2/3 plus 31 into 2 62. 62/5. ഇത് സാധാരണ നമ്മൾ അഡിഷൻ ചെയ്യുന്നത് പോലെ രണ്ട് ഡിനോമിനേറ്ററിന്റെയും LCM എടുക്കുക, എന്നിട്ട് സാധാരണ പോലെ ചെയ്യാം. 3ന്റെയും 5ന്റെയും LCM it is 15 അല്ലെ. 3ന്റെയും 5ന്റെയും LCM 15 ആണ്. 3 into 5 15. അപ്പൊ 15 ആവാൻ വേണ്ടി 3നെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 5 plus 5നെ 15 ആവാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ 62നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 62 into 3 equal to 2 into 5 10 plus 62 into 3 186/15 equal to 196/15. ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ എത്ര കിട്ടും? ഇതിൽ എത്ര ആൻസർ കൊടുത്തിരിക്കുന്നത്? 13/1/5. അതായത് 196നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 13 എന്നായിരിക്കും ആൻസർ ഇട്ട. റിമൈൻഡർ 1 കിട്ടും. Our final answer is 13/1/5. മനസ്സിലായോ ഇത് ചെയ്തത്? മനസ്സിലായോ? അപ്പൊ ഇന്നത്തെ കുറച്ച് ഹോംവർക്ക് തരാം. പേജ് നമ്പർ 35. പേജ് നമ്പർ 35ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ എന്ന് പറഞ്ഞിട്ട് ഒരു 9 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അത് 9 എണ്ണവും ഇതുപോലെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ഉള്ളതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതുപോലെ അതിൽ ലാസ്റ്റ് 8ാമത്തെയും 9ാമത്തെയും ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. അതിനിടയ്ക്കുള്ള സൈൻ നിങ്ങൾ വിട്ടുപോകരുത്. അതിനിടയ്ക്ക് ഒരു പ്ലസും വരുന്നുണ്ട്, 9ാമത്തെ ഒരു മൈനസും വരുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം, അതിനുശേഷം അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഹോംവർക്ക്. മറന്നു പോവല്ലേ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോ 9:15 ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ 9:15 ക്ലാസ് ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്
ഇപ്പോ ഈ ക്ലാസ് എൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാതെ അവിടെ തന്നെ ഇരിക്കാം. വെറുതെ ഇരിക്കാനല്ല, ഫോൺ അങ്ങ് മാറ്റി വെക്കുക. ഫോണിന്റെ ആവശ്യമൊന്നുമില്ല, ഫോൺ അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് ഇന്ന് നമ്മൾ ചെയ്ത് നോക്കിയ പ്രോബ്ലം ഇല്ലേ, അതൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടല്ലേ ഇരിക്കുന്നത്? അപ്പോ ഒന്നുകൂടി അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ആ സിംപ്ലിഫൈ എന്ന് പറഞ്ഞ ഹോംവർക്ക് തന്നില്ലേ 9 എണ്ണം, അതിന്റെ ആൻസർ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇനി അടുത്ത് 10 മണിക്ക് ക്ലാസ് ഉണ്ടോ? 10 മണിക്ക് ക്ലാസ് ഉണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, കുഴപ്പമില്ല. എന്നാലും ഒരു അരമണിക്കൂറേ വേണ്ടു ഇത് ചെയ്യാൻ. ഒരു അരമണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് ഇന്ന്, അല്ലെങ്കിൽ ഹോംവർക്ക് ഇപ്പൊ ചെയ്യേണ്ട, 10 മണിക്ക് ക്ലാസ് ഉണ്ടായതുകൊണ്ട് ഒരു അരമണിക്കൂർ ജസ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ ഒന്ന് അവിടെ ഇരുന്നിട്ട് ഒന്ന് നോക്കുക. എന്നിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വന്ന് ഇരിക്കാം. അങ്ങനെയാകുമ്പോ എന്താവും വെച്ചാല് നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചത് പെട്ടെന്ന് മറന്നു പോവില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ ഇത് ഇവിടെ വെച്ചിട്ട് ബുക്ക് മടക്കി വെച്ച് അങ്ങ് പോയിട്ട് 10 മണിക്ക് അടുത്ത ക്ലാസ്സിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചത് മറന്നു പോകും അല്ലേ? പിന്നെ നിങ്ങൾ രാത്രിയോ എപ്പോഴെങ്കിലും ആയിരിക്കും ഇതെടുത്ത് നോക്കുന്നത് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി. അതിനിട വരുത്താതെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ഒരു 10-20 മിനിറ്റ് അത്രേ വേണ്ടു. ഇന്ന് ചെയ്ത, നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഹോംവർക്ക് ഇന്ന് തന്നെ എല്ലാവരും അയച്ചു തരണം. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്, ഹോംവർക്ക് ഇന്നിപ്പോ 4 കുട്ടികൾ ക്ലാസ്സിലുണ്ട്. ആൻമരിയ, ഫൈത്ത്, ഷോൺ, ശ്രേയ, 4 പേര് ഫുൾ ടൈം ക്ലാസ്സിലുണ്ടായിരുന്നു. ഈ 4 പേരുടെയും ഹോംവർക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടിയിട്ടല്ലാതെ നിങ്ങളുടെ അറ്റൻഡൻസ് ഞാനിവിടെ മാർക്ക് ചെയ്യില്ല. നിങ്ങളുടെ ഹോംവർക്ക് എന്റെ കയ്യിൽ പേഴ്സണൽ ആയിട്ട് കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ അറ്റൻഡൻസ് ഞാൻ ഇവിടെ ഇടുള്ളൂ. ഓക്കെ, ഹോംവർക്ക് അയച്ചു തരാത്ത ഒരാൾക്കും ഇനി അറ്റൻഡൻസ് ഇടുന്ന ഒരു പ്രശ്നമില്ല. അറ്റൻഡൻസ് ഇല്ല, നിങ്ങൾ ലീവ് ആയിരിക്കും ക്ലാസ്സിൽ. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഹോംവർക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ അറ്റൻഡൻസ് ഇടൂ. കേട്ടല്ലോ? അപ്പൊ ഇപ്പോഴത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് ഹോംവർക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നാൽ മതി. ഓക്കെ, എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് എല്ലാം ഇന്ന് പഠിപ്പിച്ചൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. എന്നിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വന്നിരിക്കാം. ഓക്കെ, ബൈ.